ഓക്കെ. എന്തുകൊണ്ടാണ് ഈ പെട്ടെന്ന് ഈ തണുപ്പ് കാലം വരുമ്പോൾ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്നത് അല്ലേ? നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവും ഓരോ ആൾക്കാർ പനിച്ച് സൈഡായി കിടക്കണൊക്കെ. എന്തുകൊണ്ടാണ്? ഒന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ ശരീരം നമ്മൾ ചൂടായിട്ട് ഇങ്ങനെ ചൂട് കാലത്ത് നല്ല ചൂടായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് തണുപ്പ് കാലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ബോഡി അതിനെ ഡേഞ്ചർ ആയിട്ട് കണക്കാക്കുകയാണ്. എന്തേ കാരണം? നമ്മുടെ ബോഡിയിൽ വലിയൊരു മാറ്റം വരികയാണ് അല്ലേ? നമ്മൾ ചൂടത്ത് ഇങ്ങനെ നിന്നുകൊണ്ടിരുന്ന സമയത്ത് ഒന്നെങ്കിൽ എന്ത് ചെയ്യണം പെട്ടെന്ന് പോയി തണുത്ത വെള്ളമാണ് കുടിക്കും. അല്ലെങ്കിൽ കാലാവസ്ഥ മാറുക. കാലാവസ്ഥ മാറുമ്പോൾ എന്താ സംഭവിക്കുക? തണുപ്പാവും. മൊത്തം ഭാഗം തണുപ്പാവും. അന്നേരത്ത് നമ്മുടെ ബോഡി അതിനെ ഒരു സ്ട്രെസ്സായിട്ട് ഒരു ഭയങ്കര ഡേഞ്ചറായിട്ട് പരിഗണിച്ചിട്ട് അതിനെന്തിനുള്ള അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ബോഡീനെ സജ്ജമാക്കാൻ വേണ്ടി ഒരു കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണ് അതിൻ്റെ സ്ട്രെസ് ഹോർമോൺസൊക്കെ റിലീസ് ചെയ്യും. അപ്പോൾ ഈ ഹോർമോൺസിൻ്റെ പണിയാണ് നമ്മളെ ഇമ്മ്യൂണിറ്റി ഒന്ന് ഡൗൺ ആക്കുക എന്നുള്ളത്. ഇമ്മ്യൂണിറ്റിനെ ഡൗൺ ആക്കുക അത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയാട്ടോ നമ്മുടെ ബോഡീനെ വേറെയുള്ളൊരു ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനെ ഡൗൺ ആക്കി വെക്കുകയാണ്. അപ്പോൾ ഡൗൺ ആക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളെ പുറത്തുനിന്ന് വരുന്ന വൈറസും ബാക്ടീരിയനെയൊക്കെ എതിർക്കാൻ അവിടെ